നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കരീം ബെൻസിമ സൗദി അറേബ്യ വിടാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം യൂറോപ്പിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾ അദ്ദേഹത്തിനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ ESPN FC റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വാർത്ത ഇങ്ങനെ വരുന്നുണ്ട്. അൽ ഇത്തിഹാദുമായിട്ട് അദ്ദേഹം നല്ല രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത. ദുബായ് ട്രിപ്പിലുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ അദ്ദേഹം ഇല്ലായിരുന്നു. ഇതൊക്കെ എല്ലാവരും കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ESPN FC പറയുന്നു, ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തത്, കരീം ബെൻസിമ ഈസ് എക്സ്പ്ലോറിംഗ് ഹിസ് ഓപ്ഷൻസ് ഇൻ ദി ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ആഫ്റ്റർ 6 അണ്ടർവെൽമിംഗ് മന്ത്സ് അറ്റ് അൽ ഇത്തിഹാദ് സോഴ്സസ് ഹാവ് ടോൾഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 6 മാസം അത്ര മികച്ച പ്രകടനമല്ല ബെൻസിമയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ മുന്നോട്ട് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി താരം യൂറോപ്പിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടുള്ളത്. ജൂലിയൻ ലോറൻസ് ആണ് ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ESPNൽ ഈ വാർത്ത കൊടുക്കുന്നത്. അപ്പം പറയുന്നു, പ്രീമിയർ ലീഗ് ഒരു ഓപ്ഷൻ ആവാം ബെൻസിമക്ക്. കാരണം അവിടുന്ന് മൾട്ടിപ്പിൾ ക്ലബ്സ് ഇൻക്ലൂഡിങ് ചെൽസി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നും റിപ്പോർട്ടുണ്ട്. എന്തായാലും സൗദി അറേബ്യയിലെ കാര്യങ്ങൾ വളരെ കോമ്പറ്റീറ്റീവായിട്ട് മാറുമ്പോൾ അവിടെ പെർഫോം ചെയ്യാത്തവർക്ക് നിൽക്കാൻ പറ്റാത്ത, അതായത് പഴയകാല പേര് കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്നു എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.